നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കിസ്മിസ് അച്ചാറാണ്. അത് ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ടൊമാറ്റോ സോസ് കൂടുതൽ ആഡ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു അച്ചാറാണ്. വളരെ ടേസ്റ്റിയാണ്, അന്നേ വളരെ എളുപ്പത്തിലും ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റമാണ്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്നും നമുക്ക് നോക്കാം. ബാ. നമ്മുടെ അച്ചാറിൻ്റെ മെയിൻ ഐറ്റമായ കിസ്മിസാണിത്. നമ്മുടെ അച്ചാർ ഉണ്ടാക്കണമെങ്കിൽ കിസ്മിസ് ആദ്യം കുതിർത്തണം. ഇത് ഞാനിപ്പോൾ 3 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്താൻ വെച്ചേക്കുവാണ്. ഇത് കുതിർന്ന് നന്നായിട്ട് വീർത്ത് വരണം, എന്നാലാണ് അച്ചാറിൻ്റെ ഒരു ഭംഗിയും ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. സാധാരണഗതിയിൽ ആളുകൾ കിസ്മിസ് എണ്ണയിൽ കോരിയിട്ടാണ് അച്ചാർ ഇടാറുള്ളത്, കിസ്മിസ് അച്ചാർ. ആ ഒരു മെത്തേഡല്ല ഇത് വേറെ ഒരു മെത്തേഡാണ്. അപ്പോൾ എണ്ണയിൽ കോരിക്കഴിഞ്ഞ് എടുത്തു വെച്ചാലും പെട്ടെന്ന് ചുരുങ്ങിപ്പോവും. ഈ വെള്ളം കുടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ചുരുങ്ങത്തില്ല, അതേപോലെ തന്നെ നിൽക്കും. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഈ അച്ചാർ അധികം നാൾ യൂസ് ചെയ്യാൻ പറ്റില്ല. കൂടി വന്നാൽ 1 വീക്ക് മാത്രമേ ഇത് ഇരിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് കംപ്ലൈൻ്റ് ആയി പോകും. പിന്നെ കൂടുതൽ ടൈം അതായത് കൂടുതൽ ദിവസം വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഉപയോഗിക്കാം. പുറത്ത് വെക്കുവാണെങ്കിൽ 1 വീക്ക് കേട്ടോ. നമ്മുടെ കിസ്മിസ് നന്നായിട്ട് കൊതുന്ന് നല്ല വീർത്തിരിക്കുവാണേ. പിന്നെ കിസ്മിസ് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നന്നായിട്ട് കഴുകണം. ഒരു 6-7 പ്രാവശ്യം നന്നായിട്ട് കഴുകി കളയണം കേട്ടോ. നന്നായിട്ട് അഴുക്കുണ്ടാവും ഇതിൻ്റെ അകത്ത്. ഞാനൊരു 8 പ്രാവശ്യം കഴുകിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരു 30% വെള്ളം ചൂടാക്കിയിട്ട് അതിനും കൂടി ഒന്ന് കഴുകി, അപ്പോൾ അടിപൊളിയായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. വെള്ളം തിളപ്പിച്ച വെള്ളത്തിൽ കഴുകരുത് കേട്ടോ, എന്നുവെച്ചാൽ കിസ്മിസ് വേവാനും പാടില്ല. അപ്പോൾ ആ രീതിയിലാണ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാം. കിസ്മിസ് ഇനി നമ്മുടെ കൊട്ടയിൽ വാരി വെക്കുവാണ്. നന്നായിട്ടൊന്ന് വെള്ളം പോട്ടെ കേട്ടോ. കിസ്മിസിൽ കല്ലുണ്ടാവാൻ സാധ്യതയുണ്ട്, സാധ്യതയല്ല കല്ലുണ്ട്, ഉണ്ടാവും. അപ്പോൾ നമ്മൾ മനഞ്ഞ് വാരണം കേട്ടോ. അപ്പോൾ അടിയിൽ കല്ല് വന്നു, മനയാനറിയാലോ. ഞാനിപ്പോൾ ഇത് വലുതായിട്ടാണ് കേട്ടോ അരിയണത്. അതെന്തിനാണെന്നറിയോ, നമ്മൾ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയാണ്. നമ്മൾ സാധാരണ അച്ചാർ ഇടുമ്പോഴുണ്ടല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞല്ലേ എടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ അരച്ചാണ് എടുക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിസ്മിസ് അച്ചാർ ഇടുമ്പോൾ ഒരു കാരണവച്ചാലും ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും അതിൻ്റെ കടി പോലും ഉണ്ടാവരുത്, നല്ല ജാമ പോലെ ആയിരിക്കണം. കിസ്മിസ് മാത്രമേ മുമ്പിൽ നിങ്ങൾ നിൽക്കാൻ പാടുള്ളൂ. ബാക്കിയെല്ലാം ഗ്രേവി ആയിട്ട് തന്നെ, ഒരു കടി പോലും ഇല്ലാത്ത രീതിയിലുള്ള ഗ്രേവി ആയിട്ട് തന്നെ കിടക്കണം കേട്ടോ. അതുകൊണ്ട് നമ്മൾ മിക്സിയിലിട്ടാണ് റെഡിയാക്കി എടുക്കണം. പച്ചമുളക് മാത്രം ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. നമുക്കിതിൽ വേപ്പിലിടുമ്പോൾ അരിഞ്ഞിടാം കേട്ടോ. നമ്മൾ 2000 പേരുടെ കിസ്മിസ് അച്ചാറാണ് ഇടുന്നത്. നമുക്ക് 2000 പേരുടെ ഓർഡറാണ് നാളെയും മറ്റന്നാളും കൂടി ഉള്ളത്. അപ്പോൾ 2 ദിവസത്തേക്കുള്ള കിസ്മിസ് അച്ചാറാണ് ഇടുന്നത്. ഇത് ഞങ്ങളുടെ വീട്ടിലെ കിച്ചണാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇടുന്നത്. സാധാരണ നല്ലെണ്ണയിലൊക്കെ ഇടാം, നമുക്ക് ഇത് അധികം നാൾ നിൽക്കത്തില്ലല്ലോ. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ മതി, നല്ലെണ്ണയുടെ ആവശ്യമില്ല. അധികം നാൾ നിൽക്കാത്ത അച്ചാറാണ് കിസ്മിസ് അച്ചാർ. ഒന്നാമത് പച്ചവെള്ളത്തിൽ കുതിർത്തിയേക്കുന്നതുകൊണ്ട് കൂടുതൽ നാൾ നിൽക്കത്തില്ല. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലായിടുന്നത് കേട്ടോ. ഞാൻ 1.5 കിലോ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. അതൊന്ന് ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് കടുകും ഉലുവയും കൂടി പൊട്ടിക്കാം.
അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കടുക് ഇടുവാണ്. അതിൻ്റെ കൂടെ കുറച്ച് ഉലുവായും ചേർക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറുതായിട്ട് അരിഞ്ഞ വേപ്പില അത് ഇട്ട് കൊടുക്കുവാണേ. ഇളക്കുന്നത് നിയാസാണ്, എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ കൂടെ വർക്കിന് വരുന്ന ഒരാളാണ് കേട്ടോ. നമ്മുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് കൂടെയാണ്. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്, ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ പൊടി ചേർക്കാം. അതിന് മുന്നേ നമ്മൾ തീ കുറക്കുവാണ്. അച്ചാർ പൊടി ചേർക്കുന്ന മുന്നേ തീ കുറക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുമല്ലോ. ഇപ്പോൾ 15 കിലോ കിസ്മിസിൻ്റെ അച്ചാറാണല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് 1/200 അച്ചാർ പൊടിയാണ് എടുത്തേക്കുന്നത്. ഈ അച്ചാർ പൊടിയുടെ എങ്ങനെ ഉണ്ടാക്കുന്ന കണക്കും നമ്മുടെ നാരങ്ങാച്ചാറിൽ നാരങ്ങായും ഈത്തപ്പഴം കൂടി മിക്സ്ഡ് അച്ചാറിൽ ഞാൻ അച്ചാർ പൊടിയുടെ കണക്കെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇതിലും ഞാൻ പറയാം, കമൻറ്റ് പിൻ ചെയ്തിട്ടേക്കാം കേട്ടോ. 1/2 കിലോ അച്ചാർ ഉണ്ടാക്കുന്ന ഇതുകൂടി ഞാൻ എങ്ങനെ ഉണ്ടാക്കണം അതിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ കമൻറ്റ് പിൻ ചെയ്തേക്കാവേ. ഇളക്കിക്കോ നന്നായിട്ട്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് വറ്റൽമുളക് കൂടി ചേർക്കുന്നുണ്ടേ. ഇനി നമുക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. ഇതിന് ഞാൻ 4 കുപ്പി ടൊമാറ്റോ സോസാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഈ അച്ചാറിൽ ശർക്കരപ്പാനിയോ പഞ്ചസാരയോ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സോസ് ചേർത്തേക്കുന്നതുകൊണ്ട് അത്യാവശ്യം മധുരവും പുളിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത്. അതുകൊണ്ട് മധുരം അഡീഷണലി നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി എല്ലാ സംഭവം ഉണ്ട്. അതിനോട് നമ്മൾ 3 കുപ്പി വിനാഗിരി കൂടി ഒഴിക്കുവാണേ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ കൂട്ടി വെച്ചൊന്ന്, ഓവറായിട്ടല്ല, കുറച്ച് തീ കൂട്ടി ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ കൂട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റമായ കിസ്മിസ് നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അച്ചാർ തിളക്കുന്നുണ്ട് നന്നായിട്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് പൊങ്ങിക്കിടക്കും. ഓക്കെ, അച്ചാറൊന്ന് നോക്കിയേ. കിസ്മിസൊക്കെ അതേപോലെ തന്നെ വീർത്ത് അതേപോലെ തന്നെ കിടക്കുവാണ്. അങ്ങനെ നമ്മുടെ അച്ചാറിൻ്റെ തീ ഓഫ് ചെയ്യണേ.
കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ്. ഇത്രയേ ഉള്ളൂ, വളരെ സുഖം. കുഴപ്പം സാധനം. അങ്ങനെ നമ്മുടെ കിസ്മിസ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ. അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ്, പെട്ടെന്ന് കഴിയുകയും ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് 2000 പേരുടെ വർക്കുണ്ട്, അതിനുള്ള അച്ചാറാണ് ഈ റെഡിയാക്കിയേക്കുന്നതെന്ന്. ഈ 2000 അത്രയും ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് ഞാനിത് ഉണ്ടാക്കുന്നതെങ്കിൽ കാരണം നല്ലതായതുകൊണ്ടാണല്ലോ ഉണ്ടാക്കിയേക്കുന്നത്. എന്തായാലും തീർച്ചയായിട്ടും നല്ല സാധനം തന്നെയാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. ഇനിയും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം.